നമ്മുടെ യൂട്യൂബ് ചാനലാണോ എന്ന് സംശയമുണ്ട്. വാശിക്ക് ലോട്ടറി ടിക്കറ്റ് എടുത്തൊന്നും വെള്ളം ഉണ്ടാക്കും. അപ്പം വെള്ളം നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. പ്രസാദ് ഞങ്ങളുടെ അലമ്പും ഒച്ചപ്പാടും ബഹളവും എല്ലാം പറഞ്ഞു. അപ്പോൾ മച്ചാന്മാരെ, ഞങ്ങളെ ട്രാവലിംഗ് ടോട്ട്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ തെങ്ങണയിലെ ആണ് ഉള്ളത്. തെങ്ങണയിലെ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. തെങ്ങണയിലെ പാർട്ട് 4ലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക. അപ്പൊ എങ്ങനെയാ മച്ചാന്മാരെ, പോയാലോ? ഇനി ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് അങ്ങോട്ട് പോവാണ്. ഇനി അവിടെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. തെങ്ങണയിലെ മീൻകടയ്ക്ക് ഒരു ക്ഷാമമില്ല. അടുത്ത മീൻകട. ചേട്ടാ, എന്നാണ്ട് വിശേഷമൊക്കെ? നല്ലതന്നെ. ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു? ഷെഫീഖാണ്. ഇവിടെ കട തുടങ്ങിയിട്ട് എത്ര ആളായി? കട തുടങ്ങിയിട്ട് ഒരു 40 വർഷത്തോളം. 40 വർഷത്തോളമായി. ഈ 40 വർഷത്തിലുള്ള അനുഭവം എന്ന് പറയാം തെങ്ങണയെ കുറിച്ച്. ഞങ്ങളുടെ അലമ്പും ഒച്ചപ്പാടും ബഹളവും എല്ലാം പറഞ്ഞു. നല്ല ഒച്ചപ്പാടും ഉണ്ട്, അലമ്പുകളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് തെങ്ങണ. സമാധാനം എല്ലാം ഉള്ളത്. എന്നാ സമാധാനമുണ്ട്. നല്ല സമാധാനമുണ്ട്. ഇവിടെ വേറെ ഒരാൾ വന്നാലും ഒന്നുമില്ല. ഇവിടുത്തെ എല്ലാ ആൾക്കാരും ഏകോത്തര സഹോദരങ്ങളെ പോലെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ വേറെ എന്നാണ് വിശേഷം? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇപ്പൊ പഴയ പോലുള്ളതല്ല, ഒത്തിരി കടകളൊക്കെ നമുക്ക് ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഷെഫീഖാന്റെ മീൻകടയാണ് ഇത്. ഫ്രഷ് മീനാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാം അതുകൂടെ ഇവിടെ 3-4 ചേച്ചിമാർ ഇവിടെ മീനൊക്കെ വെട്ടുന്നുണ്ട്. ചേച്ചിയുടെ പേരെന്താ? അപ്സത്ത്. ഇവിടെ റീനു. ഇവിടെ ശ്രുതി. നമുക്ക് പറയാൻ പറ്റിയ പേര് അതാ പെട്ടെന്ന് കേട്ടോ, ശ്രുതി. ഇത് നമ്മുടെ സ്വന്തം ആളാണ്. തെങ്ങണ ഉണ്ടാക്കിയതാന്ന് നമ്മോട് പറഞ്ഞേ. അപ്പൊ ചേട്ടായുടെ പേരെങ്ങനെയായിരുന്നു? പ്രസാദ്. ഇത് നേരത്തെ നമ്മള് പറഞ്ഞ അമ്പലത്തിലെ പ്രസാദ് എന്ന് പറഞ്ഞില്ലേ, ആ പ്രസാദ്. പ്രസാദ് പ്രശ്നമാണെന്നാണോ അതോ എല്ലാ പ്രശ്നത്തിനും തുടക്കം പ്രസാദാ? അത് പറയാം. പ്രസാദ് ഇല്ലാത്ത ഒരു പ്രശ്നവും തെങ്ങണയിലില്ല. അപ്പൊ നമ്മള് ഇവിടെ തെങ്ങണയിലെ സ്വന്തം താരം കേട്ടോ. പിന്നെ തെങ്ങണയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാമോ? നല്ലൊരു സ്ഥലമാണ്. നല്ലൊരു സ്ഥലം. അത് അത്രേ ഉള്ളൂ. ഇവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട്? ഈ നിൽക്കുന്ന ചേട്ടൻ എങ്ങനെയുണ്ട്? ഓർമ്മയുള്ളോ അതോ അല്ല? പുള്ളിക്കാൻ അതുപോലെ നല്ലൊരു മനുഷ്യരാണ്. ട്രാഫിക് ബ്ലോക്ക് കേട്ടോ തെങ്ങണയിൽ. ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് ബ്ലോക്ക്. ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ ഒരു 10-15 മിനിറ്റ് കിടന്നിട്ട് ഇവിടെ വരെ എത്തിയത്. ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. അപ്പോൾ സൂക്ഷിച്ച് വേണം റോഡ് ക്രോസ് ചെയ്യാനായിട്ട്. ഈ പുള്ളി ഇവിടുത്തെ പ്ലാസ്റ്റിക് കുപ്പി എല്ലാം പറക്കി ഇതിനകത്ത് ഇട്ടിട്ട് കൊണ്ടുപോകുന്നുണ്ട് ആ ചേട്ടൻ കേട്ടോ. നമ്മുടെ സ്വന്തം ആളത്. ഈ നാടിന്റെ ശരിക്കുള്ള സ്പന്ദനം അറിയണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ഓട്ടോക്കാരുമായിട്ടോ നമ്മൾ സംസാരിക്കണം. നമുക്ക് ഓട്ടോക്കാരുമായിട്ട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. അവരുമായിട്ട് ചെറിയൊരു വൈബ് അടിക്കാം. ഈ ഓട്ടോ എല്ലാം കാലിയാണല്ലോ. ആ ചേട്ടൻ തിരക്കിലാണ്. ഇവിടെ നമുക്ക് ചേട്ടന്മാരോട് ചോദിക്കാം. ഈ ചേട്ടന്മാരോട് നമുക്ക് സംസാരിച്ച് നോക്കാം. നമ്മുടെ ഗെയിമിലേക്ക് ഒന്ന് പങ്കെടുക്കുമെന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ തെങ്ങണയിലുള്ള കുറച്ച് ഓട്ടോ ഡ്രൈവർമാരായിട്ടുള്ള ചേട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് തെങ്ങണയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് അരുൺകുമാർ. വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ? 97 തൊട്ട് ഇവിടെ ഓട്ടോ ഓടുന്ന ആളാണ്. അപ്പം അത്രയും വർഷത്തെ തെങ്ങണയെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഒന്ന് പറയാം ചേട്ടാ. ആ കാലം തൊട്ട് തെങ്ങണയെ സംബന്ധിച്ച് നല്ലൊരു കവലയാണ്. എല്ലാവരുമായിട്ട് നല്ല സഹോദര സ്നേഹത്തോട് മുന്നോട്ട് പോകും. മതോ ജാതിയോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പോകുന്ന ഒരു ഇതാണ് കവല. എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങളും പിന്നെ ഒരു ആപത്ത് ഘട്ടങ്ങളിലൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ ഓട്ടോറിക്ഷയുടെ ആ ഇതിലുള്ള സേവനം നടത്താറുണ്ട്. ഒരു ആക്സിഡന്റ് ഉണ്ടായാലും അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. തെങ്ങണ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു സ്ഥലം. അടിപൊളി. അവിടുത്തെ ആൾക്കാരും അതേപോലെ തന്നെ. ചേട്ടന്റെ പേരെങ്ങനെയാ ചേട്ടാ? അജി. ചേട്ടനും ഇവിടെ വർഷങ്ങളായിട്ട് തന്നെ? ഞാൻ ഒരു 10-20 വർഷമായി ഇവിടെ ഓടിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ തന്നെയാണ്. ഉഷപ്പേണ്ടപ്പോഴാണ്. ഈ ചേട്ടൻ പറഞ്ഞ അതേ അഭിപ്രായം തന്നെ. തെങ്ങണ എന്ന് പറഞ്ഞാൽ ആർക്കും ശരിയല്ല. നല്ല ഡീസന്റ് സ്ഥലമാണ്. ഞാൻ എന്താവത്ത് വന്നാലും ഞങ്ങളാണ് വർഷക്കാരാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നു. ഞങ്ങൾ കൂടെ സഹായിക്കുകയും ചെയ്യും. എല്ലാത്തിനും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റവും അടിയും ബഹളും ഒന്നുമില്ലാത്ത സ്ഥലം. ഓക്കെ. അതെ, ഇവിടെ രണ്ടുപേരും ഇരിക്കണം. അവരോടും കൂടി ചോദിക്കാം. ചേട്ടന്റെ പേരാ ചേട്ടാ? അനിൽ തോമസ്. ഇവിടെ തന്നെ ഓട്ടോ ഓടിക്കാണ്. വീടും ഇവിടെ തന്നെയാണ്. എത്ര വർഷമായിട്ടുണ്ട്? 23 വർഷം. തെങ്ങണയെ കുറിച്ച് എന്താണ് അഭിപ്രായം?
നല്ല സ്ഥലമാണ്. നല്ല സ്ഥലമാണ്. ചേട്ടൻ ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ടോമി കുട്ടമ്പേരൂർ. ടോമി കുട്ടമ്പേരൂർ. ടോമി ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ടോമി ചേട്ടൻ മൊബൈലിൽ എന്തൊക്കെയോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യൂട്യൂബ് ചാനലാണോ എന്ന് സംശയമുണ്ട്. പിന്നെ ടോമി ചേട്ടന്റെ എന്താ ഇവിടുത്തെ വിശേഷങ്ങൾ? ഇവിടുത്തെ നാട്ടുകാരൊക്കെ എങ്ങനെയുണ്ട്? നല്ല ആൾക്കാര്, നല്ല ജനറ്റൻ, നല്ല ഇടപെടലും കാര്യങ്ങളും ഏത് കാര്യത്തിനും വരാവുന്ന ഒരു സ്ഥലമാണ്. എപ്പോഴും വന്ന് കാര്യങ്ങൾ നടത്തി പോകാവുന്നതാണ്. മറ്റു കാര്യങ്ങളും ഞങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് ചേട്ടനും. അതേപോലെ ഇവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഇരിപ്പുണ്ട്. ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു? വിനയൻ. വിനയൻ ചേട്ടൻ അങ്ങോട്ട് ഓണർന്ന് അങ്ങോട്ട് പറഞ്ഞേ എന്നാണ് തെങ്ങണയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇപ്പൊ എല്ലാരും പറയുന്ന പോലെ തന്നെ എല്ലാരും പറയുന്ന അഭിപ്രായം തന്നെയേ ഉള്ളൂ ചേട്ടനും, മാറ്റമൊന്നുമില്ല. കാര്യം എന്താന്ന് പറഞ്ഞാൽ അത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതിന് വിപരീതമായിട്ട്. അപ്പം ഈ ചേട്ടനുണ്ടല്ലോ ഇപ്പം ലോട്ടറി വിൽക്കുന്ന നോക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ ഈ ടൗണിൽ കൂടെ പാറി പറന്ന് ഓട്ടം ഓടിച്ചിരുന്ന ചേട്ടനാണ്. ചെറുതായിട്ടൊരു മേലായി വന്നുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ചേട്ടൻ വെറുതെ ഇരിക്കുന്നില്ല, ഉണ്ടോ ലോട്ടറി കച്ചവടം എല്ലാം ചെയ്ത് ക്ഷീണിച്ചോടെ വന്നിരിക്കുകയാണ് കേട്ടോ. നമുക്കൊരു ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോപ്പറേറ്റീവ് ആയിട്ട് തരുന്ന പേപ്പറാണ്, A4 ഒരു ഷീറ്റ് പേപ്പറാണ്. ആ പേപ്പർ കൊണ്ട് 4 പേര്, നിങ്ങൾ 4 പേരിൽ ആദ്യം ആരാണോ വള്ളം ഉണ്ടാക്കി തരുന്നത് അവർക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വള്ളം ഉണ്ടാക്കി നോക്കാം. അപ്പൊ നമ്മൾ വള്ളം ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങുവാണ്. എന്നാ ഒരു ചേട്ടൻ പിടിച്ചോ, ഒന്ന് ചേട്ടനും പിടിച്ചോ, ഒന്ന് പറഞ്ഞിട്ട് പിടിച്ചാൽ മതിയേ, ചാട്ട് പറയും. അപ്പം അടിപൊളി വള്ളമായിരിക്കണം കേട്ടോ. അപ്പം വള്ളം നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. വള്ളം ഉണ്ടാക്കാനുള്ള പേപ്പർ 4 പേരെങ്കിലും തന്നിട്ടുണ്ട്. ആദ്യം വള്ളം ഉണ്ടാക്കി നമുക്ക് തരുന്ന ആൾക്കാർക്ക് നമ്മൾ സമ്മാനം കൊടുക്കണം കേട്ടോ. അപ്പൊ പറഞ്ഞു കേട്ടല്ലോ, ആദ്യം ഉണ്ടാക്കുന്ന ഒരാൾക്കേ ഉള്ളേ. ഓക്കെ, അന്ന് സ്റ്റാർട്ട് ചെയ്തോ. വാശിക്ക് ലോട്ടറി ടിക്കറ്റ് എടുത്തൊന്നും വള്ളം ഉണ്ടാക്കരുത് കേട്ടോ. പിന്നെ അത് നമ്മള് ചേട്ടാ നമ്മുടെ ഉത്തരവ് പിടിച്ചിരിക്കും. ഇവിടെ വള്ളം ഉണ്ടാക്കി കഴിയാറായെന്ന് തോന്നല്ലോ. ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുമായിരുന്നു. ഇവിടെ എന്തേ ഇവിടെ മടങ്ങുന്നു. എല്ലാരും 3 പേരും ഉണ്ടാക്കില്ല. ആദ്യം ചേട്ടൻ എന്നാന്ന് പറഞ്ഞു. അപ്പം ആദ്യമായിട്ട് നമുക്ക് വള്ളം ഉണ്ടാക്കി തന്നത് ഈ ചേട്ടനാണ്. അപ്പം ചേട്ടന്റെ വള്ളത്തിനൊരു ഹായ്. അപ്പൊ ആദ്യം വള്ളം ഉണ്ടാക്കി തന്നത് നമ്മുടെ ഈ ചേട്ടനാണ്, അനിൽ ചേട്ടനാണ് നമുക്ക് ആദ്യമായിട്ട് വള്ളം ഉണ്ടാക്കി തന്നത്. അപ്പം ട്രാവലിംഗ് തോട്ട്സിന്റെ ബോധിനി മസാല പൗഡറിന്റെ കിറ്റ് നമ്മള് ചേട്ടന് കൈമാറുവാണ്. നമ്മളിപ്പോൾ ഉള്ളത് തെങ്ങണയിലുള്ള SM വൈറ്റ് മാർട്ട് ഹോം അപ്ലയൻസ് ആൻഡ് ഫർണിച്ചറിന്റെ മുമ്പിലാണ്. ഇവിടുത്തെ ഓഫറുകൾ ഒരു രക്ഷയില്ലെന്നാണ് പറയുന്നത് കേട്ടത്. അപ്പൊ നമുക്ക് ഇവരുടെ വിശേഷങ്ങൾ അകത്ത് കയറി അവരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ഹായ് സാർ. ഒരുപാട് സന്തോഷം സാറിനെ കണ്ടതിൽ. ഞങ്ങൾ ഇവിടുത്തെ ഓഫറും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കേട്ട് ഇവിടെ വന്നതാണ്. നിങ്ങൾ ഭയങ്കര ഓഫറാണ് ഇവിടെ കൊടുക്കുന്ന. ഫർണിച്ചറൊക്കെ ഭയങ്കര ലാഭത്തിലാണ് നിങ്ങൾ കസ്റ്റമർ കൊടുക്കുന്നത് പറഞ്ഞു കേട്ടു. അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ ഈ ഷോപ്പിനെ കുറിച്ചൊക്കെ സാർ ഒന്ന് പറയുമായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അതെ, എൻ്റെ ഷോപ്പിൻ്റെ പേര് SM ഫർണിച്ചേഴ്സ്, SM വൈറ്റ് മാർട്ട് ഹോം അപ്ലയൻസ് ആൻഡ് ഫർണിച്ചേഴ്സ് എന്നാണ്. ഞങ്ങളുടെ ഷോപ്പ് ഇവിടെ തുടങ്ങുന്നത് ഒരു 2004 നമ്മുടെ ഇവിടെ ഷോപ്പ് ഓപ്പൺ ആകുന്നത്. അത് ഇപ്പോൾ 23 വർഷത്തോളം ഞങ്ങളിവിടെ തന്നെയായിട്ടുണ്ട്. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഏറ്റവും നല്ല റേറ്റിൽ, അതായത് കസ്റ്റമറിന്, അതായത് ഏറ്റവും കുറഞ്ഞ സാധനം പോലും നമുക്ക് ഏറ്റവും പ്രീമിയം സാധനങ്ങൾ വരെ നമ്മൾ ഫർണിച്ചറുകളും അപ്ലയൻസുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് സാറ് പറഞ്ഞു. നമുക്ക് ഇവിടെ ഉള്ളത് നമുക്ക് ഇതുപോലുള്ള ബെഡ്റൂം സെറ്റുകൾ. ബെഡ്റൂം സെറ്റ് നമുക്കൊക്കെ ഇതൊക്കെ ഇപ്പൊ ഈ ഒരു ഫാമിലി കോട്ട് കട്ടില്, ഇതിന്റെ 3 ഡോർ വരുന്ന വാർഡ്രോബ്, ഡ്രസ്സിങ്, ബെഡ് സൈഡ്, ഇതെല്ലാം നമുക്ക് മൊത്തം ഇതിന്റെ ഒരു കോസ്റ്റ് നമ്മൾ അല്ലാതെ നോക്കുകയാണെങ്കിൽ 49 രൂപയൊക്കെയാണ് അതിന്റെ MRP. നമ്മളിപ്പോ ഓഫർ രീതിയിൽ നമ്മളിതിപ്പോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 24,900 നമ്മളിപ്പോ ഫുൾ സെറ്റ് വിത്ത് മിനിമം 5 വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയിൽ നമ്മൾ അവിടെ സൈഡിൽ ഇറക്കി കൊടുക്കും. പ്രഷർ കേട്ടല്ലോ, 50,000 രൂപയുടെ മുതലാണ് ഇവിടെ 24,000 സംതിങ് രൂപയ്ക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ പോകും. അതുപോലെ സാറിന്റെ പേര് പറഞ്ഞില്ല. എന്റെ പേര് ഡിക്സൺ ജോസഫ്. ഈ നാട്ടിൽ തന്നെയാണോ? അതെ, എന്റെ വീട് കൂത്രപ്പള്ളിയാണ് വരുന്നത്. ഇത് സാറായിട്ട് തുടങ്ങിയ സ്ഥാപനമാണോ? അല്ല, എന്റെ ഫാദറായിട്ട് തുടങ്ങിയാണ്. ഞങ്ങളിവിടെ 24 വർഷം, 2004 നമ്മൾ തുടങ്ങിയത്. ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നുള്ളൂ. എൻ്റെ പൊന്നെ, ഇതിനകത്ത് കയറി കഴിഞ്ഞുണ്ടല്ലോ കണ്ണ് തള്ളിപ്പോകുന്ന സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ചെയറുകളും അതേപോലെ തന്നെ ഡൈനിങ് ടേബിളുകളും അലമാരികളും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കേട്ടോ. നോക്കിയേ, ക്യാമറ എല്ലാം അങ്ങോട്ട് നോക്കിയേ.
സാറേ ഇതൊക്കെ എങ്ങനെയാ സാർ ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മള് ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വീട്ടിലത്തേന് നമുക്ക് A to Z വേണ്ട സാധനങ്ങൾ. അതായത് ഏറ്റവും ചെറിയൊരു പ്ലാസ്റ്റിക് ചെയറും മുതൽ നമുക്ക് ഏറ്റവും ഒരു വീട്ടിലത്തേനുള്ള ഫുൾ ഐറ്റംസ് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. നമ്മൾ പിന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇട്ട് കാണിച്ചു കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് കസ്റ്റമറുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കും. അതാണ് നമ്മുടെ മെയിൻ കൺസേൺ അത് തന്നെയാണ്. ഇപ്പൊ ഇതൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തേക്കിന്റെ മോഡൽസ് ആണ് ഇതൊക്കെ വരുന്നത്. ഇതൊക്കെ ഒരു 6'3" സൈസ് ഒക്കെ വരുന്ന ഡൈനിങ് ടേബിളാണ്. ഇതൊക്കെ നമുക്ക് ചെയർ ഫുള്ള് നമുക്ക് അതിനകത്തോട്ട് കയറ്റിയിടാൻ പറ്റുന്ന മോഡലുകളാണ്. ഇതിന്റെ മേളിൽ നമുക്കൊരു ഗ്ലാസ് റൊട്ടേറ്റിംഗ് ഗ്ലാസും ഒക്കെ വരും. ഇതൊക്കെ ഏറ്റവും പ്രീമിയം മോഡൽസ് ആണ് കേട്ടോ. ഈ ചെയർ കാര്യങ്ങൾ, ഇതിന്റെ ഈ മാർബിൾ ടോപ്പുകൾ വരുന്നത്, ഇതൊക്കെ ഇപ്പോഴത്തെ പുതിയ മോഡൽ കുഷ്യൻ ടൈപ്പ് ചെയറുകൾ വരുന്ന അത് നമുക്ക് ആ മോഡൽ ചെയറുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാംബു ഇതിൽ റാറ്റൻ ഇത് ചെയ്തു വരുന്ന മോഡലുകളാണ്. ഇതൊക്കെ നമുക്കൊരു 6 ചെയറും ഫ്രെയിമും ഗ്ലാസും ഒക്കെ നമുക്ക് ഇതൊക്കെ ഒരു ഓഫർ പോകുന്ന മോഡലുകളാണ്. ഇതൊക്കെ നമുക്കൊരു 19,900 നമുക്കൊരു 6 ചെയർ ഫ്രെയിം ഗ്ലാസ് എല്ലാം ചെയറും ഈ ടേബിളും ഫ്രെയിമും ഗ്ലാസും എല്ലാം കൂടി. അതെ, അത് വിത്ത് 5 വർഷം നമുക്ക് ഗ്യാരണ്ടിയിലും ചെയ്യും. പിന്നെ നമ്മൾ പണിത് കൊടുക്കുന്ന മോഡലുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. ഇതൊക്കെ നമ്മൾ തന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്ന മോഡലുകളാണ്. ഇതൊക്കെ നമുക്ക് ഈ ഫ്രണ്ടിൽ നമുക്ക് സിറ്റ് ഔട്ടുകളിൽ അങ്ങനെയൊക്കെ ഇടാൻ പറ്റുന്ന ചെയറുകളാണ്. പിന്നെ നമ്മൾ കൂടുതലും ഈ ഓഡിറ്റോറിയങ്ങൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകളൊക്കെ നമ്മൾ ബൾക്ക് സർപ്രൈ, അതായത് സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, ഓഡിറ്റോറിയം, അവർക്കൊക്കെ നമ്മൾ ചെയ്യുന്ന മോഡൽസ് ആണ്. നമുക്കിനി വാർഡ്റൂമിന്റെ കാഴ്ചകളിലേക്ക് പോവാം. നമുക്ക് വാർഡ്രോബ്സ് ഇതൊക്കെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ വാർഡ്രോബ്സ് 3 ഡോർ 2 ഡോർ. ഇതൊക്കെ നമുക്ക് 2 ഡോർ ഒക്കെ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 6,990 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 3 ഡോർ ഒക്കെ വരുന്നത് നമുക്ക് 8,990 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതെല്ലാത്തിനും നമുക്ക് ഗ്യാരണ്ടീഡ് ആണ്. പിന്നെ ഇതുപോലെ നമുക്ക് കിച്ചണിലും നമുക്ക് അല്ലാതെ നമുക്ക് ബുക്ക് ഷെൽഫായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മോഡൽസ് ആണ്. ഈ മോഡലൊക്കെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ UV ബോർഡ് 4 ഡോർ ഒരൊറ്റ ഇതായിട്ട് നമ്മളിവിടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് ഒറ്റ ഇതായിട്ട് നമ്മൾ ചെയ്ത് സ്ക്രൂ ചെയ്യും. അപ്പൊ ഇതൊക്കെ കുറച്ചുകൂടെ പ്രീമിയം മോഡൽസ് ആണ്. ഇതിനകത്ത് ഡിസൈൻ നമുക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണം ചെയ്തു കൊടുക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കോർണർ സെറ്റുകളും കട്ടിലുകളുമാണ്. ഇതൊക്കെ നമുക്ക് കോർണർ സെറ്റി മോഡൽസ് ആണ് നമുക്ക് ഇത് വരുന്നത്. കോർണർ സോഫകൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്ക് 3 സീറ്റർ, ഇതൊക്കെ 6 സീറ്റർ, ഇതൊക്കെ ഞങ്ങൾ ചെയ്യിപ്പിക്കുന്ന മോഡലുകളാണ്. ഇതൊക്കെ നമ്മുടെ റൂമിന്റെ വലുപ്പവും കാര്യങ്ങളും അനുസരിച്ച് നമുക്ക് അവിടെ കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ അവിടുത്തെ അളവ് അനുസരിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊക്കെ 3 സീറ്ററും 2 സിംഗിൾ സീറ്ററും ആയിട്ട് വരുന്ന മോഡലുകളാണ് ഇതൊക്കെ വരുന്നത്. 3 സീറ്ററും ഇതൊക്കെ ഇരുന്നെന്ന് തന്നെ മനസ്സിലായത്. ഇതൊക്കെ കോർണർ ടൈപ്പ് വരുന്നത്. സാധാരണ നോർമൽ വരുമ്പോൾ 5 സീറ്റർ ഒക്കെയാണ് വരുന്നത്. നമ്മൾ 6 സീറ്റായി ചെയ്യുന്നത്. ഇതൊക്കെ ഇതിന്റെയൊക്കെ കളറോ കാര്യങ്ങളോ ഒക്കെ ഇത് നമുക്ക് വരുന്നത് സ്റ്റോറേജ് കോട്ട്സ് ആണ്. നമുക്ക് ഫാമിലി കോട്ട് കട്ടിലുകളാണ് ഇത് വരുന്നത്. ഈ മോഡലുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ തേക്ക് വരുന്നതാണ്. ഇതിനൊക്കെ പ്രൈസ് എങ്ങനെയാണ്? ഇത് നമുക്ക് കട്ടില് നമുക്ക് സ്റ്റാർട്ടിങ് ഒരു ഡബിൾ കോട്ട് മുതലാണ് നമുക്ക് സൈസുകളുള്ളൂ. ഡബിൾ കോട്ട്, ഫാമിലി കോട്ട്, ഈ വരുന്ന ഇതെല്ലാം നമുക്ക് ഫാമിലി കോട്ടുകളാണ്, ക്യൂൻ സൈസ് മോഡലുകൾ. ഇതൊക്കെ ഫാമിലി കോട്ട് നമുക്ക് ഒരു 10,500 മുതലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ കുറച്ചുകൂടെ പ്രീമിയം മോഡൽസ് ആണ്. ഇതൊക്കെ നമുക്ക് ഫുൾ തേക്ക്, പലകയും കാര്യങ്ങളും എല്ലാം ഉണങ്ങിയ തടിയേല് നമുക്ക് ലൈഫ് ടൈം ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. അതെ, തേക്ക്. കൂടാതെ ഇതിന്റെ കൂടെ നമുക്ക് മാട്രസ്, നമുക്ക് ഏകദേശം ഒരു മേജർ 5 മാട്രസുകളുടെ ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഡ്യൂറോഫ്ലെക്സ്, പെപ്സ്, നീൽക്കമൽ, സ്ലീപ്പി ഹെഡ്, ഇതൊക്കെ നമുക്കൊരു മെമ്മറി ഫോംസ് ഇതൊക്കെ വരുന്ന മോഡലുകളാണ്. മെമ്മറി ഫോംസ്, ലാറ്റക്സ് ഒക്കെ വരുന്നത് നമുക്ക് ഏകദേശം 10 വർഷമൊക്കെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടികളൊക്കെ കൊടുക്കുന്ന മാട്രസുകളും ഇതും ഒക്കെ നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ ചെയ്യുന്ന ലൈഫ് ടൈം കൊടുക്കുന്ന വാറണ്ടി കൊടുക്കുന്ന മോഡലുകളാണ്. ഈ മോഡലും അതുപോലെ നമ്മൾ ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം കേരളത്തില് ഒരു 200 സപ്ലയേഴ്സുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം അതുപോലെ ഞങ്ങൾക്ക് പുറത്തുനിന്ന്, അതായത് ഇന്തോനേഷ്യൻ ഫർണിച്ചറുകൾ അതെല്ലാം നമുക്ക് വരുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ താഴെ ഡൈനിങ്ങിന്റെ അവിടെ കണ്ടെടുത്ത ഇന്തോനേഷ്യൻ ഫർണിച്ചറുകളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഏത് ഇത് വേണേലും നമുക്കത് റീസണബിൾ പ്രൈസിൽ. സ്റ്റീൽ അലമാരയുടെയും തടി അലമാരകളുടെയും വാർഡ്രോബ്സിന്റെയും നിറയെ ശേഖരമുണ്ട് നമുക്കിവിടെ. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതൊക്കെ നമുക്ക് സ്റ്റീൽ അലമാരകളുടെ പല മോഡൽസിലാണ്. നമുക്കിപ്പോ ഒരു ചെറിയ അലമാര ഒരു നമ്മുടെ റൂമിലൊക്കെ സ്റ്റഡി ടേബിൾ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓഫീസ് അലമാരകളായിട്ട് ഉപയോഗിക്കുന്ന മോഡലുകളുണ്ട്. 10 വർഷത്തേന് നമുക്ക് പൂട്ട കാര്യങ്ങൾ, ഇതിന്റെ ഡോറ്, ഇതിനെല്ലാത്തിനും നമുക്ക് 10 വർഷം കട്ടിയുള്ള സ്റ്റീൽ. അതെ, ഏറ്റവും ഗേജ് കൂടിയ സ്റ്റീൽ ഇട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ തന്നെ നമുക്ക് ഏകദേശം ഒരു സ്റ്റാർട്ടിങ് വരുന്ന മോഡലുകൾ എന്ന് പറഞ്ഞാൽ ഒരു 5,900 മുതൽ നമുക്ക്
സ്റ്റീൽ അലമാരകളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് തടിയുടെ അലമാരകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള ബെഡ്റൂം സെറ്റിനകത്ത് നമുക്ക് തടിയെ തന്നെ ഒട്ടും വിളയില്ലാതെ നമ്മളിപ്പോൾ കൂടുതൽ റൂം ഫുൾ അതായത് 3-4 ഡോർ വരുന്നത് തടിയെ തന്നെ വരും. ഇതുപോലെ ഫാമിലി കോട്ടോ കിങ് സൈസോ കട്ടിൽ വരും. അതിന്റെ മോഡലുകൾ ഇവിടെ ഉണ്ട് നമുക്ക് കാണിക്കും. അപ്പൊ അതിന്റെ തന്നെ സ്റ്റീലിൽ തന്നെ നമുക്ക് വരുന്ന മോഡൽസ് ആണ്. ഇതിന്റെ പോലെ തന്നെ ഡ്രസ്സിംഗ് ഉള്ള മോഡൽസ് ഉണ്ട്, പിന്നെ ഡ്രസ്സിംഗ് ഇല്ലാത്തത്. പിന്നെ ഇതൊക്കെ ബീൻ ബാഗുകൾ വരുന്നതാണ് കേട്ടോ. ഇതൊക്കെ നീൽക്കമൽ ബ്രാൻഡുകളുടെ വരുന്ന ബീൻ ബാഗുകൾ വരുന്നത്. ഇത് നമുക്ക് തടിയലമാരകൾ വരുന്നതാണ്. തടിയൊക്കെ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന മോഡലുകളാണ്. അതെ, ഇതിന്റെ സ്ട്രെയിൻസ് കാര്യങ്ങൾ നമുക്ക് തടിയുടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അറിയാം ഇതിനകത്ത് വെള്ളയെന്ന് പറയുന്ന സാധനമില്ല. ഈ മോഡൽസും ഉണ്ട്. ഈ മോഡൽസും നമുക്ക് വേറെ അല്ലാതുള്ള മോഡൽസ് നല്ലൊരു മോഡലാണല്ലോ, നല്ല ഭംഗിയാണ്. 2 ഡോർ മോഡലുകളാണ്, 2 ഡോർ വരുന്ന മോഡലുകളാണ്. ഇതൊക്കെ 3 ഡോർ, ഇതിന് തന്നെ 4 ഡോർ മോഡൽസ് ഒക്കെ ഉണ്ട്. ഇത്രയും ഭംഗിയുള്ള ഒരു സെറ്റ് കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഇരിക്കും, ഞാനും ഇരിക്കും. ഇത് നമുക്ക് റിക്ലൈനർ ആണ് വരുന്നത്. റിക്ലൈനറിന്റെ ഒരു പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് സോഫ്റ്റ് കുഷ്യൻ, നമുക്ക് ഭയങ്കര കംഫോർട്ട്, നമുക്ക് റിലാക്സേഷൻ കൊടുക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ഈ ജോലി കാര്യങ്ങളൊക്കെ ചെയ്തു വന്ന് നമ്മുടെ വീട്ടിൽ വരുമ്പോഴത്തേനെ നമുക്കൊന്ന് ഒരു മൂവി കാണാനായിട്ട് ഒക്കെ ആയിട്ട് നമുക്ക് ഏറ്റവും മാക്സിമം ഉപയോഗിക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് ഇവിടെ ഒരു ഇതുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇവിടെ നമുക്ക് ഇതേ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെന്തായാലും അടിപൊളി സാധനം കേട്ടോ. ഇതിന്റെ നമുക്കൊരു 4-5 ടൈപ്പുകളുണ്ട്. ഇതിപ്പം നമ്മുടെ മാനുവൽ ടൈപ്പാണ്. ഇതിന് തന്നെ റോക്കിംഗ് വരുന്ന മോഡലുകളുണ്ട്, അതായത് ആടും റൊട്ടേറ്റ് ചെയ്യുന്ന മോഡലുകളുണ്ട്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്, അതായത് നമുക്ക് നോബിൽ തന്നെ നമുക്ക് സ്വിച്ചിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക് ആണത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമുക്ക് ഇത് വരും. നമുക്ക് ഏത് പൊസിഷന് വേണമെങ്കിലും നമുക്ക് ആ സ്വിച്ചിൽ കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് കുറച്ച് നേരം ഊഞ്ഞാലാടിയാലോ. നല്ല ഇതൊക്കെ പുതിയ മോഡലുകൾ നമുക്ക് വരുന്ന ഊഞ്ഞാല്, നമ്മുടെ ഒരു പഴമയുടെ ഒരു പ്രൗഢി ഉള്ള മോഡൽസുകളൊക്കെയാണ് ഇത്. അതിന്റെ വലിയ മോഡൽസ് വരുന്ന ഈ മോഡലുകളൊക്കെ ഇതൊക്കെ തേക്കയിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ട്രീറ്റഡ് വുഡ് ആണ്, ഇത് ട്രീറ്റഡ് മഹാഗണിയാ ചെയ്യുന്നത്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് തേക്ക ചെയ്യുന്നത്. ഇപ്പൊ തേക്കിന്റെ ഈ മോഡൽസ് ഒക്കെ ആണെങ്കിൽ നമുക്കിപ്പോ ഒരു 7-8 മോഡൽസ് എപ്പോഴും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇതൊക്കെ നമുക്ക് ഏറ്റവും നമ്മുടെ പുതിയ മോഡൽ സെറ്റി സോഫാസിന്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന മോഡൽ. ഒരു ഇടിയൊട്ട് സാധനം കാണിച്ചു തരട്ടെ. മൺമറിഞ്ഞു പോയി, എന്നാലും നമ്മുടെ കയ്യിലുണ്ട്, കാണിച്ചു തരാം. പെട്രോൾ മാക്സ്. ഇതൊക്കെ നമുക്ക് ഇന്തോനേഷ്യൻ മോഡൽസ് ആണ്. ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന മോഡൽസാണ്. ഇതെല്ലാം ഡ്രസ്സിംഗ് ടേബിൾ കേട്ടോ, മനോഹരമായിട്ടുള്ള ഡ്രസ്സിംഗ് ടേബിൾ ആണ് കേട്ടോ. ഒന്നും നോക്കിയില്ല, ഒരു മാന്റെ തല അങ്ങ് വാങ്ങി. എങ്ങനെയുണ്ട്? അടിപൊളി സാധനമല്ലേ? വുഡിന്റെ കളേഴ്സിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ഇവിടെ കൊണ്ടൊന്നും ഈ കാഴ്ച തീരുന്നില്ല. നമുക്ക് ഒന്നും കൂടി പോയി കണ്ടിട്ട് വരാം. ഇതൊക്കെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നമുക്ക് സിറ്റ് ഔട്ടുകളിലൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ബെഞ്ച് മോഡൽസാണ്. ഇതൊക്കെ നമുക്ക് ഒരു 5,900 മുതലൊക്കെ നമുക്ക് സ്റ്റാർട്ട്. ഈ മോഡൽസ് ടീപ്പോയൊക്കെ നമുക്ക് ഒരു 1,900 രൂപ 2,500 രൂപ മുതലൊക്കെ നമുക്ക് തടിയുടെ ടീപ്പോസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെ വരുന്നത് നമുക്ക് ദിവാൻ കോട്ട് മോഡലുകളാണ്. ദിവാൻ കോട്ട് ഇപ്പൊ നമ്മളിവിടെ ഇട്ടേക്കുന്നതേ ഉള്ളൂ. ഏകദേശം ഒരു 15 മോഡൽസോടെ നമുക്ക് സ്റ്റോക്ക് നമുക്കുള്ള മോഡൽ. ഇത് നമ്മുടെ പണ്ടത്തെ ഈസി ചെയറുകൾ, ചാറ് കസേര മോഡൽസ് ആണ്. ഇതൊക്കെ നമുക്ക് തുണി കൊണ്ട് ഉപയോഗിക്കുന്ന വരുന്ന ചുമ്മാ ഇരുന്ന് ആടാം. വീടിന്റെ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് വേണേ നമ്മുടെ പ്രായമുള്ളവർക്ക് അല്ലെ വെളിയിലൊക്കെ നമുക്കൊന്ന് എല്ലാ പിള്ളേരും ഒക്കെ ആയിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാനായിട്ടൊക്കെ ഏറ്റവും ഇച്ചിരി തണല് പറ്റി നിൽക്കുവാണ്. ഇത് അങ്ങോട്ട് നോക്കിയേ, നല്ല ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ്. തെങ്ങണ പഴയ പോലെ ഒന്നുമല്ല, തെങ്ങണ നല്ല വികസിച്ചുകൊണ്ടിരിക്കുവാണ്. ഇഷ്ടം പോലെ കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും അതേപോലെ പ്രസ്ഥാനങ്ങളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ആ പെട്ടി ഹോട്ടലിൽ ഒരു ചേട്ടൻ ഇരിപ്പുണ്ട്. നമുക്ക് തെങ്ങയുടെ വിശേഷം ചോദിക്കാം. ആ ചേട്ടനും കൂടി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. പറയോ ഇല്ലോ എന്ന് അറിയത്തില്ല, ചോദിച്ചു നോക്കാം. അപ്പം തെങ്ങണയിൽ ആപ്പ് ഓടിക്കുന്ന ഒരു ചേട്ടായി നമുക്ക് ഇട്ടിരിക്കുകയാണ്. ചേട്ടായിയുടെ വിശേഷങ്ങളും തെങ്ങണയുടെ വിശേഷങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടായിയുടെ പേരെങ്ങനെയായിരുന്നു? എന്റെ ബാബു. ബാബു ചേട്ടനാണ്. ബാബു ചേട്ടൻ ഇവിടെ ആപ്പ് ഓടിക്കാൻ പെട്ടി ആപ്പ് ഓടിക്കാൻ എത്ര നാളായി? ഞാൻ ഇവിടെ 36 വർഷമായി. 36 വർഷമായിട്ട് തെങ്ങണയിൽ വണ്ടി ഓടിക്കുന്ന ആളായതുകൊണ്ട് ചോദിക്കുക, ഈ 36 വർഷം കൊണ്ട് തെങ്ങണയിലുണ്ടായ മാറ്റങ്ങളൊക്കെ എന്തൊക്കെയാണ്? തെങ്ങണായി വലിയ മാറ്റങ്ങൾ 5-6 കെട്ടിടങ്ങൾ വന്നു, അല്ലാതെ വേറെ വലിയ മാറ്റം. ഇവിടെ പഞ്ചായത്തിന്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ, ഓടക്കകത്ത് ഭയങ്കര നാറ്റമാണ്. ഇവിടെ ഞങ്ങൾക്ക് ഇരിക്കാൻ ഒക്കത്തില്ല. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചെയ്യാന്ന് പറയുന്നല്ലാതെ അതിനെക്കുറിച്ച് നടപടി ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടുത്തെ നാട്ടുകാരും കാര്യങ്ങളൊക്കെ നാട്ടുകാർക്കൊന്നും കുഴപ്പമില്ല, നല്ല ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ബാബു ചേട്ടാ, അപ്പൊ ഓക്കെ, ട്രാവലിംഗ് ടോക്സിന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. ഓക്കെ. തെങ്ങണയിലുള്ള SM വൈറ്റ് മാർട്ടിന്റെ ഹോം അപ്ലയൻസിന്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. നമുക്ക് അത് ഉള്ളിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ നേരിട്ട് കാണാം. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും കൂടി ഒന്ന് കണ്ടാലോ? തീർച്ചയായിട്ടും. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് SM എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇത് വൈറ്റ് മാർട്ട് എന്ന് പറഞ്ഞ ഒരു
ഫ്രാഞ്ചൈസി നെറ്റ്വർക്ക് ഉണ്ട്. ഇത് കേരളത്തിൽ ഏകദേശം 220 ഷോപ്പുകളോളം നമുക്ക് ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇത് ഓരോ കടകളും ഓരോരുത്തരും ഓൺ ചെയ്തേക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു പ്രൈസും ഏറ്റവും കോമ്പറ്റേറ്റീവ് ആയിട്ട് തന്നെ ഏറ്റവും നല്ലൊരു പ്രൈസ് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ ഇതിനും നമുക്ക് പറ്റുന്നുണ്ട്. ഇവിടെയും അതേപോലെ EMI ഉണ്ട്. നമുക്ക് ഇവിടെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോസസിംഗ് ചാർജ് ഇല്ലാത്ത സ്കീമുകളുണ്ട്, നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സ്കീമുകൾ. അപ്പോൾ ഏകദേശം എല്ലാ ബ്രാൻഡുകളും തന്നെ സാംസങ്, LG, നമ്മളെല്ലാം മേജർ ബ്രാൻഡ്സ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോണി, സാംസങ്, LG, IFB അങ്ങനെയുള്ള എല്ലാ ബ്രാൻഡുകളും, ബോഷ് എല്ലാ ബ്രാൻഡുകളും നമുക്കുണ്ട്. അപ്പോൾ ഇവര് തന്നെയാണ് നമുക്ക് EMI ഇവരുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. ബജാജിന്റെ ഉണ്ട്, നമുക്ക് മേജർ 4 കമ്പനികളുടെ നമ്മുടെ EMI ഫെസിലിറ്റികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അല്ലാതെ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീട്ടിലത്തേന് വേണ്ട ഏറ്റവും ചെറിയ സാധനം, ഏറ്റവും ചെറിയ ഐറ്റം മുതൽ നമുക്ക് ഏറ്റവും ടോപ്പ് നമ്മൾ ഫ്രിഡ്ജ് അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷർ, AC അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്കിവിടെ ഈ പറഞ്ഞ എല്ലാ ബ്രാൻഡുകളിലെയും നമുക്ക് അവൈലബിൾ ആണ്. അത് ഏറ്റവും നല്ല പ്രൈസിൽ കോമ്പറ്റേറ്റീവ് ആയിട്ട് തന്നെ ഏറ്റവും നല്ല സർവീസും. നാളെ ആണെങ്കിലും ചേട്ടൻ ഇപ്പം നമ്മുടെ അടുത്ത് ഒരു വരണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ ഒരു സർവീസ് കിട്ടിയാലല്ലേ നമുക്ക് വരത്തുള്ളൂ. എന്റെ പ്രൈസ് നല്ലതാണെങ്കിലേ വരത്തുള്ളൂ. അപ്പൊ ആ ഒരു പ്രൈസ് കാര്യങ്ങൾ കൊടുത്തായിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത്. ഇപ്പൊ സിംഗിൾ ഡോർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 9,900 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെയിൻ കമ്പനികൾ വരുന്നത്. അതെ, നമുക്ക് ഇതിനെല്ലാം നമുക്ക് സർവീസ് ഉള്ള ബ്രാൻഡുകൾ മാത്രമേ നമ്മൾ ഈ ലോക്കൽ വില കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ലോക്കൽ ചൈന അല്ല അങ്ങനെ ലോക്കൽ ഐറ്റംസ് എടുത്ത് നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് വ്യക്തമായിട്ട് അതിന് വാറണ്ടി ഉണ്ട്, സർവീസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് നാളെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ നമ്പറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വീടുകളിൽ ചെന്നിട്ട് സർവീസ്. തീർച്ചയായിട്ടും അത് നമുക്ക് കമ്പനി കൊടുക്കുന്ന വാറണ്ടി എന്ന് പറയുന്നത് നിങ്ങൾ ഡയറക്റ്റ് കമ്പനിയെ വിളിക്കുകയല്ല. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് വിളിക്കുക. നിങ്ങൾക്ക് എന്ത് വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഇവിടെ കടയിൽ വിളിക്കുക. ഇപ്പോൾ ഡബിൾ ഡോറുകളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡബിൾ ഡോറൊക്കെ നമുക്ക് മേജർ ബ്രാൻഡുകൾ വരുന്നത് നമുക്കൊരു 18,900 17,900 മുതലുണ്ട്. ഒരു അത്യാവശ്യം നല്ല കമ്പനികളൊക്കെ വരുമ്പോൾ 18,900. ഇതൊക്കെ 43,500 LGയുടെ ഒക്കെ മോഡൽസ് വരുന്നത്. പക്ഷെ ഇതൊക്കെ നമുക്കൊരു 28,500 നമ്മൾ ചെയ്യാം. അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് കൺവേർട്ടബിൾ മോഡൽസ് ഉണ്ട്, വൈഫൈ റിലേറ്റഡ് ആയിട്ട് നമുക്ക് മൊബൈലുമായിട്ട് വൈഫൈ ഇനേബിൾഡ് ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. പിന്നെ സ്റ്റാർ റേറ്റിംഗ് കൂടിയ മോഡൽസ് ഉണ്ട്. ഏറ്റവും നല്ല സർവീസും കാര്യങ്ങളും ആയിരിക്കും. 10 ഇയർ വാറണ്ടി ഉണ്ടല്ലേ? 10 വർഷം. നമുക്ക് 10 മുതൽ 20 വർഷം വരെ നമുക്ക് വാറണ്ടികൾ ഈ ഡബിൾ ഡോർ മോഡൽസിന് എല്ലാത്തിനും തന്നെ നമുക്ക് 20 വർഷം വാറണ്ടി ഉണ്ട്. LED പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 24 ഇഞ്ച് മുതലൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇത് ഏകദേശം നമുക്ക് ഒരു 5,990 മുതൽ നമുക്ക് 32 ഇഞ്ച് LED സ്റ്റാർട്ടിംഗ് ഉണ്ട്. 5,900 മുതലുണ്ട്. 1 ഇയർ വാറണ്ടി ഉൾപ്പെടെ 32 ഇഞ്ച്. അതെ അതെ. അത് ഇനി അതിന്റെ മേളിലോട്ട് വരുവാണെങ്കിൽ 43 ഇഞ്ച് നമുക്കൊരു 13,500 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ്. 1 ഇയർ വാറണ്ടി. ലോക്കൽ ബ്രാൻഡ് അല്ല, സർവീസ് കിട്ടാത്ത ബ്രാൻഡ് അല്ല, നമുക്ക് സർവീസ് ഗ്യാരണ്ടി ഉള്ള ബ്രാൻഡ്. അതെ, 1 ഇയർ ഉണ്ട്. ഇനി അത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ 3 വർഷം കൂടെ വാറണ്ടി കൂട്ടിയെടുക്കാനും ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു 24 ഇഞ്ച് സൈസ് മുതൽ നമുക്ക് ഒരു 100 ഇഞ്ച് വരെയുള്ള മോഡൽസ് നമ്മളിപ്പം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സൗണ്ട് ബാറുകള്, ഹോം തിയേറ്ററുകള്, ഇതെല്ലാം നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ അത് വരുന്ന സോണി, സാംസങ്, LG മെയിൻ ബ്രാൻഡുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ JBL അങ്ങനെയുള്ള മെയിൻ ബ്രാൻഡ്സ് എല്ലാം നമുക്ക് ചെയ്യുന്നു. ഇതൊക്കെ ഒരു 43 ഇഞ്ച്, ഇതൊക്കെ 65 ഇഞ്ച്, ഇത് 55 ഇഞ്ച് വരുന്ന മോഡൽസ്. 55 ഇഞ്ച് നമുക്ക് ഒരു 29 രൂപ മുതലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ 24 TV ഇഞ്ചിക്ക് മാറ്റിയിട്ട് 55 ഇഞ്ച്, 65 ഇഞ്ച്, 100 ഇഞ്ച് സൈസ് വരെയുള്ള TV ഉണ്ട് ഇവിടെ. നോർമൽ പ്രൈസേ ഉള്ളൂ. ഈ വാഷിംഗ് മെഷീൻ നമുക്ക് ഇതൊരു 18,900. ഇത് ഫ്രണ്ട് ലോഡ് മോഡൽസ് ആണ്. ഫ്രണ്ട് ലോഡ് മോഡലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ അതിന്റെ കൂട്ടത്തിൽ എപ്പോഴും നിൽക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമുക്കൊരു ഓട്ടോമാറ്റിക് ആണ്. അതെ, ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് നമ്മുടെ ഇട്ട് കഴിഞ്ഞ് നമ്മുടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലി കാര്യങ്ങൾ സെമി ഓട്ടോമാറ്റിക്കിലോട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഒരു 6,990 മുതലൊക്കെ നമുക്ക് 6,900. പിന്നെ ഈ ടോപ്പ് ലോഡ് മെഷീൻസ് ഉണ്ട്, മേലിൽ നിന്ന് തുറക്കാവുന്ന, അതൊക്കെ നമുക്കൊരു 10,900 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ AC-യുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് AC നമ്മൾ ഏകദേശം എല്ലാ ബ്രാൻഡുകളും നമുക്ക് മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും തന്നെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ബ്ലൂ സ്റ്റാർ, ഡെയ്ക്കിൻ, LG, സാംസങ്, ഗോദ്രേജ്, ഹയർ അങ്ങനെയുള്ള BPL, കെൽവിനേറ്റർ എല്ലാ മോഡലുകളും നമുക്കുണ്ട്. ഇതിനകത്ത് തന്നെ നമുക്ക് 1 ടൺ ഉണ്ട്, 1.5 ടൺ വരുന്നുണ്ട്, 2 ടൺ വരുന്നുണ്ട്. ഇനി മെഗാ സ്പ്ലിറ്റ് മോഡലുകൾ 3 ടൺ അങ്ങനെയുള്ള എല്ലാം അവൈലബിൾ ആണ്. ഇത് സ്റ്റാർട്ടിങ് നമുക്കൊരു ഈ 19,900 മുതൽ നമുക്ക് 19,900 മുതൽ നമുക്ക് AC സ്റ്റാർട്ടിംഗ്. ലോയിഡിന്റെ ആണോ? അല്ലല്ല, ലോയിഡ് നമുക്ക് വരുന്നത് ഒരു 26,900 ഓഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ.
ഇത് നമുക്ക് AC-ക്ക് ഇപ്പോൾ ഉള്ള ഏറ്റവും പുതിയ ഫീച്ചേഴ്സ് ആണ്. നമുക്ക് വൈഫൈ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാം, ഫോണിലൂടെ തന്നെ ഓഫർ അത് എല്ലാം ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കണ്ടുവന്നതിന്റെ അത് 75 ഇഞ്ച്, സാംസങ്ങിന്റെ 75 ഇഞ്ച് 75 TV കേട്ടോ. അപ്പൊ നമ്മുടെ ഈ മോഡൽസ് ഇതുപോലെ തന്നെ ഇത് സൈഡ് ബൈ സൈഡ് മോഡൽസ് ആണ്. ഇതൊക്കെ ഏറ്റവും പ്രീമിയം മോഡൽസ് വരുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഐസ് ക്യൂബ്, തണുത്ത വെള്ളമൊക്കെ നമുക്ക് ഡിസ്പെൻസർ മോഡൽസ് വരും. നമുക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് എടുക്കാം. ഇത് നമുക്ക് ഇതിനൊക്കെ നമുക്കൊരു 20 വർഷം വരെ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത്രയും സ്പേസും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരുന്ന മോഡൽസ്. കസ്റ്റമറിന് നമ്മൾ കൊടുക്കുന്ന ഓഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൂടുതൽ എല്ലാത്തിന്റെയും കൂടുതൽ നമുക്ക് ഗിഫ്റ്റുകൾ. ഇതിന്റെ കൂടെ നമ്മുടെ AC-യുടെ കൂട്ടത്തിൽ നമുക്കൊരു അമേരിക്കൻ ടൂറിസ്റ്റിന്റെ ബാഗാണ്. ഇതിന്റെ കൂടെ നമുക്ക് ബൊറൂസിലെ ഒരു 6500 രൂപ വരുന്ന ഒരു 10 പീസിന്റെ സെറ്റ് വരും. ഇതിന്റെ കൂടെ നമുക്കൊരു ട്രോളി ബാഗ്, നമുക്ക് ഒരു 55 ഇഞ്ച്, നമുക്ക് 65 ഇഞ്ച് റേഞ്ചിൽ മേളിലോട്ട് വരുന്നതിനെല്ലാം നമുക്ക് അതിന്റെ കൂട്ടത്തിൽ ട്രോളി ബാഗ്സ് ഉണ്ട്. ഒരു സാധാരണ ഒരു കസ്റ്റമറിനാണെങ്കിൽ പോലും നമുക്കൊരു 75 അല്ലെങ്കിൽ ഒരു 65 ഇഞ്ച് 55 വേണ്ടാത്ത കസ്റ്റമറിന് നമുക്ക് ഇപ്പൊ ഇത് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്കീമുകളുണ്ട്. നമ്മുടെ കയ്യിൽ ഇത് വാങ്ങാനുള്ള പൈസ മുഴുവനായിട്ട് ഇല്ലെങ്കിൽ പോലും വൈറ്റ് മാർട്ട് സ്കീം തരുന്നുണ്ട് നിങ്ങൾക്ക്. സാധാരണ നമുക്ക് ഇപ്പൊ ഇങ്ങനെ നമുക്ക് സ്കീം EMI സ്കീമിലോട്ടാക്കുമ്പോൾ നമുക്ക് ഇനി ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ, പക്ഷെ നമ്മൾ പറയുന്ന ഇതിനകത്ത് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ഇൻട്രസ്റ്റുകൾ ഇല്ലാതെ, അതെ ഇപ്പൊ ഒരു 75 ഇഞ്ച് എടുത്തെന്ന് പറഞ്ഞാൽ നമുക്കൊരു 2990 രൂപ 3000 രൂപ വെച്ച് മാസം അടഞ്ഞു പോകുന്ന രീതിയിൽ, അതായത് ഇതൊരു 1 ലക്ഷം രൂപ വരുന്ന TV മേളിലാണെങ്കിൽ അന്ന് പറഞ്ഞാൽ പോലും നമുക്കൊരു 3000 രൂപ വെച്ച് മാസം അടഞ്ഞു പോകുന്ന രീതിയിൽ നമുക്ക് എടുക്കാം. കൂടാതെ വാറണ്ടി സ്കീംസ് നമുക്ക് വരുന്നുണ്ട്. എക്സ്ട്രാ വാറണ്ടി സ്കീംസ് നമുക്ക് 3 വർഷത്തേനൊക്കെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 4 വർഷം ടോട്ടൽ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതായത് പാനലിലെ ബോർഡ് അടക്കം ഫുൾ സാനിറ്ററി ചെയ്യും. താഴത്തെ കാഴ്ച കഴിഞ്ഞു, ഇനി നമുക്ക് മുകളിലത്തെ കാഴ്ച കാണാം. തെങ്ങണയിലുള്ള വൈറ്റ് മാർട്ട് ഒരു രക്ഷയില്ല, അത് വേറെ വൈബ് തന്നെയാണ്. അപ്പൊ നമുക്ക് അതിന്റെ അടുത്ത കാഴ്ചകൾ കാണാം. ഇവിടുള്ള ഇത് മിക്സി മോഡൽസ് ആണ്. ഇത് ഗ്യാസ് സ്റ്റവ് മോഡൽസ്. മിക്സിക്കൊക്കെ നമുക്ക് മെയിൻ എല്ലാ സുജാത, പ്രീതി, ബജാജ് എല്ലാ മെയിൻ കമ്പനികളും നമുക്കുണ്ട്. ഇതിനൊക്കെ നമുക്ക് എക്സ്ചേഞ്ച് ഓഫേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇതിനും നമുക്ക് EMI സ്കീംസ് ഉണ്ട്. അതേപോലെ തന്നെ വരുന്ന ഗ്യാസ് സ്റ്റവ് മോഡൽസ് ഉണ്ട്. ഇതിനും നമുക്ക് എക്സ്ചേഞ്ച് സ്കീംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 1500 രൂപ മുതലൊക്കെ നമുക്ക് സ്റ്റവ് മോഡലുകൾ സ്റ്റാർട്ടിങ് ആണ്. മിക്സി ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊരു 1590 രൂപ മുതൽ നമുക്ക് മിക്സി മോഡൽസ് ഉണ്ട്. പിന്നെ അതിന്റെ വാട്സിന്റെ വ്യത്യാസങ്ങൾ വരുന്നതനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. നമുക്ക് ഇതൊക്കെ ഒരു ഗിഫ്റ്റ് ഐറ്റംസ് മോഡൽസ്, നമുക്ക് ഗിഫ്റ്റ് ഐറ്റംസ് മോഡൽസ് വരുന്നതാണ്. ഇൻഡക്ഷൻ കുക്കർ ഒക്കെ നമുക്ക് ഒരു 1700 രൂപ മുതലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇതുപോലുള്ള പാനുകള്, നമുക്ക് ഈ ബ്രോസിൽ ഐറ്റംസ്, അപ്പച്ചട്ടി, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഇതെല്ലാം ഗിഫ്റ്റ് ഐറ്റംസ്. അതെ, നമുക്ക് കിച്ചണിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ കോംബിയോ സാധനങ്ങളുണ്ട്. അങ്ങനെയുള്ള എന്ത് ഫുൾ ഐറ്റംസും നമുക്ക് ഇവിടെ വീടിന്റെ കിച്ചണിലേക്ക് വേണ്ട A to Z സാധനങ്ങളും വൈറ്റ് മാർട്ടിലുണ്ട്. തീർച്ചയായിട്ടും അത്യാവശ്യം വേണ്ട എല്ലാ സംഭവങ്ങളും തന്നെ ഇവിടെ തന്നെയുണ്ട്. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഇവിടെ ഉണ്ട്, നമുക്ക് കാണാമല്ലോ. ഇതൊക്കെ നമുക്ക് സെമി ഓട്ടോമാറ്റിക് മോഡൽസ് ആണ്. ഇതൊക്കെ നമുക്ക് മേജർ ബ്രാൻഡ്സ് എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 6900 മുതലൊക്കെ നമുക്ക് 6990 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെ ഫുള്ളി ഓട്ടോമാറ്റിക് മോഡൽസ് വരും. ഇതൊക്കെ നമുക്കൊരു 10900 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 10900. ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യണ്ടേ, ഓവന്റെ കളക്ഷൻ ഉണ്ട്. നമുക്ക് ഓവനെ കുറിച്ച് നമുക്കൊന്ന് കേട്ടറിയാം. ഇതൊക്കെ എങ്ങനെയാ സാറേ? നമുക്ക് ഓവനുകളും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ കമ്പനികളും നമുക്കുണ്ട്. ഇതിനകത്ത് തന്നെ സോളോ, ഗ്രില്ല്, ബേക്കിംഗ്, കൺവെക്ഷൻ മോഡലുകളുണ്ട്. ക്രിസ്മസ് കേക്കൊക്കെ ഓവനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു 5500 മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. തെങ്ങണയിലുള്ള വൈറ്റ് മാർട്ടിന്റെ ഓഫറുകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇത്രയും നേരം നിങ്ങളോട് പങ്കുവെച്ചത്. അപ്പം വൈറ്റ് മാർട്ടിന്റെ എല്ലാ സേവനങ്ങളും നമ്മുടെ പ്രിയ പ്രേക്ഷകർ ഉപയോഗപ്പെടുത്തുക. നമ്മൾ അവരുടെ ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പം ഓക്കെ. അപ്പോൾ ട്രാവൽ ഇൻഡോർസിന്റെ പാർട്ട് 4 എല്ലാവരും കണ്ടു കാണുമല്ലോ. ഇനി നമ്മൾ തെങ്ങണയിലെ കാഴ്ചകളും വിശേഷങ്ങളുമായി പാർട്ട് 5 കാണാം. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ബെല്ലൈക്കൻ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ.